കോടതിയും കേസും ഒക്കെ എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ അയാൾക്ക് എവിടെയും പോണ്ടി വരില്ല. പോയി വെട്ടി നിർക്കണോ? അച്ഛനൊന്ന് പറഞ്ഞാൽ മതി. വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. ഒരാവേശത്തിന് ആർക്കും എന്തും കാണിക്കാം. കയ്യാങ്കളിക്കുള്ള സമയമാവുമ്പോ ഞങ്ങൾ പറയും. ഇപ്പൊ കളിക്കേണ്ടത് ബുദ്ധി കൊണ്ടാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. ചേക്കുട്ടി അയാളുടേതെന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഇത്ര ബലം പിടിക്കുന്നത് എന്തിനാ? നാളീകാരത്തിന് വേണ്ടി, മറ്റു മേലാദായങ്ങൾക്ക് വേണ്ടി. അല്ലാതെ മണ്ണൊന്നും വാരിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതില്ല. അപ്പോ അയാൾ ഇങ്ങോട്ട് പ്രയോഗിച്ച അതേ ബുദ്ധി അങ്ങോട്ടും പ്രയോഗിക്കാം. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ന് രാത്രി തന്നെ ചേക്കുട്ടിയുടെ പേരിൽ നമ്മളൊരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് പ്രയോഗിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ആരും ഉറങ്ങുന്നില്ല. വേണ്ട ബാല്യക്കാരെയും വിളിക്കാം. തെങ്ങയിലെ നാളികേരം മുഴുവൻ ഇവിടുത്തെ 10 ഏപ്രിൽ എത്തണം. പെങ്ങൊക്കെ ചെലവിന് കൊടുത്ത് നടന്ന് കൂട്ടിക്കോട്ടെ. കൊള്ളാം. ശരിക്കും മെയ്യിറങ്ങി ഒരു അഭ്യാസം കാണിച്ചിട്ട് നാള് കുറെ ആയി. നീ ഇങ്ങനെ എന്റെ പുറത്ത് കയറണേ? ഞാൻ ഇറങ്ങി വരുന്ന നീ കണ്ടല്ലേ? നീ കണ്ടില്ലേ? ഓ, ഞാൻ ഇറങ്ങി വരുമ്പോ നീ കേറി വരുന്നുണ്ടോ നോക്കല്ലേ? നിനക്ക് വേറെ ഒരു തെങ്ങ് കിട്ടില്ല കയറാൻ. എന്നാ പോയി വല്ല ഇടിവെട്ട് തെങ്ങിട്ട് നോക്കാം, എന്നിട്ട് അതും പോയി കയറും. എന്റെ വയനാ നീ കേൾക്കും. എടാ കിടന്ന് ബഹളം വെക്കലടാ. ഈ ചേട്ടനെപ്പോഴും ഇതിന്റെ മുകളിൽ കയറി? അയ്യോ, ഞാൻ ചേട്ടന്റെ മണ്ടലൊന്നും കണ്ടില്ലല്ലോ. കാണൂലട മണ്ട. ഞാൻ തെങ്ങിന്റെ മണ്ടയിൽ ഇത് കള്ളും കുടിച്ചോട്ട് പാട്ടും പാടി തേങ്ങ പറിക്കുന്ന മണ്ട. ഇത് പിടിക്കടാ. കള്ളിലേ ഉണ്ടോ? ഓ, വായുണ്ടല്ലോ. ചേട്ടൻ എന്നോടൊന്ന് പറഞ്ഞാ പോരെ? നോക്കിയില്ലേ? നിങ്ങളാണോ ചാത്തുക്കുട്ടി ഭാഗവതർ? അതെ. ചന്തപ്പൻ കുരുക്കൾ? അത് ഞാനാണ്. രണ്ടാളും സ്റ്റേഷൻ വരെ വരണം. എന്താ സാർ കാര്യം? നിങ്ങൾ രണ്ടാളുടെയും പേരിൽ മോഷണ കുറ്റത്തിന് കംപ്ലൈന്റ് ഉണ്ട്. മോഷണമോ? ആരാരുടെ എന്ത് മോഷ്ടിച്ചു? ചേക്കുട്ടി റൈറ്ററുടെ കംപ്ലൈന്റാ. നിങ്ങൾ അയാളുടെ തേങ്ങ മോഷ്ടിച്ചു. സാർ, ഇതൊരു കള്ളക്കേസാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഇപ്പൊ രണ്ടാളും എന്റെ കൂടെ വരണം. സാറ് ഇവിടെ പുതിയതാണല്ലേ? അല്ല, ഞങ്ങള് കൂടെ വരണം നിർബന്ധമാണോ? നിർബന്ധമാണ്. മാറൂല. അങ്ങനെ അമ്പ്രാക്കന്മാർ ഇങ്ങോട്ടുണ്ട്. കിട്ടില്ലെങ്കിൽ എന്തിനാണ് സാറന്മാർ അവരെ കൊണ്ടുപോണേ? തേങ്ങ മോഷ്ടിച്ചതിനല്ലേ? തേങ്ങ മോഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും ആലഞ്ചേരി തമ്പ്രാക്കന്മാർക്കില്ല. ഇങ്ങക്ക് കത്തോലല്ലേ വേണ്ടത്? അത് ഞങ്ങളാണ്. സത്യമാണ് സാറേ പറഞ്ഞേ. ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. വരില്ലടാ, സന്തോഷമായിട്ട് വരും. ഇവിടെ എന്താ ചെയ്യണം ഞമ്മക്ക് നോക്കണല്ലോ. ഗോപാ, രണ്ടുപേര് ചെന്ന് അവരെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യേ. വാടാ. ബാക്കിയുള്ളവര് ചെന്ന്
പത്തായപ്പരയിലുള്ള തേങ്ങ എടുത്ത് അടിയാന്മാർക്ക് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. അല്ല അത് തർക്ക ഞങ്ങള് മുതൽ ആലഞ്ചേരിക്കാർക്ക് വേണ്ട. പോയിക്കോ. ആ ദേവകി, ഞങ്ങള് ആ ചേക്കുട്ടി ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടേ? ഉം. അവനെ കണ്ട് രണ്ട് വർത്തമാനം പറയാൻ വേണ്ടി കൊതിച്ചിരിക്കല്ലേ ഞാൻ. താൻ വാ. പുറപ്പെട്. ആ. അല്ല ഇതുകൊണ്ടൊന്നും ഞാൻ അടങ്ങില്ല. നീ കണ്ടോ? അത് പിന്നെ എനിക്കറിഞ്ഞൂടാ റൈറ്ററേ. റൈറ്ററേ, അതാരാ വരുന്നത്? അയ്യോ, എന്താ ചേക്കുട്ടി അളിയന് സുഖല്ലേ? ഉം. കൊല്ലം 10-30 ഈ പടി ചവിട്ടിയിട്ട്. വരുമ്പോ അതിനൊരു കാരണം വേണമല്ലോ, ഇല്ലേ ഗുരുക്കളെ? അതെ അതെ, ഒരു കാരണമില്ലാതെ ആലഞ്ചേരിക്കാര് വരില്ലെന്ന് ചേക്കുട്ടിക്ക് നന്നായിട്ട് അറിയാം. ഹാ, കുരയ്ക്കുന്നോടാ എന്റെ വീട്ടിൽ വന്ന്. മിണ്ടരുത്. എന്റെ ചൂണ്ടുവിരലിന്റെ മുമ്പിൽ ഇളകാത്ത ഒരു മർമ്മവുമില്ല തന്റെ മേല്. ത്രിശങ്കു സ്വർഗം കാണിക്കും ഞാൻ, അറിയാലോ. ആദ്യം ഒരു ഇഞ്ചക്ഷൻ ഓർഡർ, പിന്നെ തേങ്ങാ മോട്ടിച്ചതിന്റെ പേരിൽ ആലഞ്ചേരിക്കാർക്ക് നേരെ തന്റെ ഒരു ഓലപ്പടക്കം. പോലീസിനെ വിടുന്നു. എന്നിട്ട് എന്തായടോ? ഒടുവിൽ അവിടുത്തെ ബാല്യക്കാർക്ക് വിട്ടുകൊടുത്തു കേസ് കടത്താൻ. തന്റെ മുഖത്ത് നോക്കിയാ പറയണേ. ഞങ്ങള് തന്നെയാ ഇതൊക്കെ ചെയ്തത്. തനിക്ക് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ. ഒക്കെ തരും പുല്ല് വില ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ആ പിന്നൊരു കാര്യം, കൂടെ പിറന്നവളോടുള്ള പ്രതികാരം തീർക്കാനാണെങ്കിൽ അവളിപ്പോ ഒറ്റയ്ക്കല്ല, 5 ചുണക്കുട്ടികളുണ്ട് അവൾക്കൊപ്പം. അതും പോലെങ്കിൽ പിന്നെ ഉണ്ട് ആലഞ്ചേരി തറവാട്ടിലെ ആൺകുട്ടികള്. ഇപ്പൊ തേങ്ങയെ പോയിട്ടുള്ളൂ. ഇനി കളിച്ച വേരോടെ പിഴുതെടുക്കും ഞങ്ങള്. ഉള്ളത് പറഞ്ഞ ഇവരെ റൈറ്ററേ, ആൺകുട്ടികള്. അയ്യോ, നിന്റെ അമ്മയുടെ ആൺകുട്ടികള്. ഈ വക്കറ്റ് ഏതാണ്ടി ഏതാണ്ടി ഈ ഓ വക്കറ്റ്. ഇന്നൊക്കെ ഇത് ആസ്പത്രി നീട്ടിയ ബക്കറ്റല്ലേ എന്ന്? അത് ശരി, അങ്ങനെ പറ. അപ്പൊ എങ്ങനെ എനിക്കിട്ടുണ്ടായി? മര്യാദക്ക് പറടി. ആരാണ്ടി ഗർഭത്തിന്റെ ആള് പറടി. ദേ, വേണ്ടാത്ത വർത്താനം പറയുന്നത്. കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് ഓരോന്ന് കാണിച്ചു കൂട്ടിട്ട് ഭ്രാന്തം വർത്താനം പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും പോവുക. ഒയ്ക്കടി ഒയ്ക്ക, ഞാൻ തന്റെ മറ്റോനാണ്. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ. എന്താ കുഞ്ഞാലി, സുഖം തന്നെയല്ലേ? അതേ പറയണേ, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്ത് കാര്യം? വടക്കേ പറമ്പിലെ പൂട്ടിക്കിടക്കുന്ന വീട് വാടക കൊടുക്കുന്നുണ്ടോന്ന് അറിയാൻ വന്നതാ. അല്ല, മുമ്പ് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നല്ലോ. ഉവ്വ്, കൊള്ളാവുന്നവര് വല്ലതും വന്നാൽ കൊടുക്കാമെന്നുണ്ടായിരുന്നു. വീടും പരിസരമെങ്കിലും വൃത്തിയായിട്ട് കിടക്കുമല്ലോ. അല്ലാതെ വാടക കിട്ടിയിട്ടിപ്പോ വലിയ. അല്ല, അതെനിക്കറിയാം. എന്നാലും നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട്. പട്ടാളത്തുനിന്ന് വിരിഞ്ഞൊരു വയസ്സനും അയാളെ ചെറിയ മോളുവാ. അയാളെന്തിനാ ഇവിടെ വന്ന് താമസിക്കണേ? വയസ്സൻ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് ശുദ്ധമായി ശ്വസിക്കണം എന്നൊരു ആഗ്രഹം. ഇന്റെ ഒരു ബന്ധുവിനോട് അറിയിച്ചാണ് ഈ ആഗ്രഹം. അവർക്ക് സ്വന്തം നാട് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലമോ ബന്ധുക്കളോ ഒന്നുമില്ല. വാടകയും കൃത്യമായിട്ട് കിട്ടുവേ. ആ, നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പിന്നെ ഞാൻ മാത്രം തീരുമാനിച്ചോണ്ടായില്ലല്ലോ, ചന്തപ്പനോടും കൂടെ ഒന്ന് ചോദിക്കണം. ഓ, അത് ഞാൻ ചോദിച്ചോളാം. ആ, ചാത്തുക്കുട്ടിക്ക് സമ്മതാണെങ്കിൽ എനിക്ക് സമ്മതം. അതറിയാഞ്ഞിട്ടല്ല, എന്നാലും. പിന്നെ അവരെ നന്നായിട്ട് അറിയാലോ. ഓ, അറിയാം. അവർ ഒരു കുഴപ്പത്തിനും വരുന്ന ആളുകളല്ല. കുഴപ്പമുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്റെ സ്വഭാവം കുഞ്ഞാലിക്ക് അറിയാലോ. ആ, അവരെന്നാ താമസിക്കാൻ വരുമെന്ന് പറഞ്ഞേ? അവര് അടുത്ത ആഴ്ച വന്നോട്ടല്ലേ? ആ, അടുത്ത ആഴ്ച വന്നോട്ടെ. ആ, വരട്ടെ, വരട്ടെ. കുടിക്ക്, കുടിക്ക്. ഹായ് കുഞ്ഞാലിക്ക. സുഖാണോ കുഞ്ഞാലിക്ക? ഇതിലും വലിയ സുഖം എന്താ വേണ്ടത്? എന്താ പറഞ്ഞേ? അല്ല, മറ്റേ നിന്റെ പേരെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് കിട്ടി. ഇതെന്താ ലോറിയിൽ വന്നത്? അതെന്താ ലോറി വന്ന പോലെ പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഉണ്ടടോ എന്റെ അമ്മോ. ഇതിന്ന് എനിക്ക് ഇറങ്ങാൻ വയ്യ. ഞാൻ പറഞ്ഞതാ ഒരു കാറ് വിളിക്കാൻ. ഈ ലോറിയേലിരുന്ന് എന്റെ നടുവൊടിഞ്ഞു. കാർ വിളിക്കാത്തോണ്ട് ഇപ്പൊ എത്ര രൂപ ലാഭം എന്നറിയോ? ഒരു 250 രൂപ. അതുകൊണ്ട് മുത്തശ്ശൻ ഈ മാസം പുകയില, മുറുക്കാൻ, പിന്നെ അല്ലറ ചില ആവശ്യങ്ങൾ ഒക്കെ നടക്കില്ലേ? ഈ പെണ്ണിന്റെ ഒരു വീശിക്ക് ഒറ്റ കുഞ്ഞാലിക്ക, ഈ സാധനങ്ങളൊക്കെ നിറക്കണമല്ലോ. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തുതരാം. നിങ്ങൾ വരും. വാ മുത്തശ്ശ. ഇവിടെ നിറച്ചും പൊടിയാണല്ലോ. അതിപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിലും പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്താ നന്നാവും. ആ, അതൊക്കെ ഇനി കണ്ടറിയണം. മുത്തശ്ശൻ വാ, നമുക്ക് മുകളിലൊക്കെ ഒന്ന് കേറി നോക്കാം.
എന്റെ പൊന്നു മക്കളെ മുത്തച്ഛനെ കൊണ്ട് വയ്യ. ആ ലോറിയിൽ ഇരുന്ന് തന്നെ ഞാൻ മടുത്തു. മക്കള് പോയി നോക്കുവോ, എന്താന്ന് വെച്ചൊക്കെ ചെയ്തു. ശരി. ഓ, വല്ല കാട്ടുപൂച്ചയോ മക്കാനോ ഒക്കെ കാണും. ഇവിടെ ഞങ്ങൾ എങ്ങനെ താമസിക്കും കുഞ്ഞാലിക്ക? ഒക്കെ നമ്മൾ ശരിയാക്കി തരാന്ന്. പറഞ്ഞാ പോരാ, ശരിയാക്കണം. ആദ്യം പൊടി മാറാലൊക്കെ ഒന്ന് മാറ്റി ആകെ ഒന്ന് പെയിന്റ് അടിക്കണം. അല്ലോ, പെയിന്റ് അടിക്കണമെങ്കിൽ അവരനുവാദം വാങ്ങണം. ആരുടെ? തമ്പുരാക്കന്മാരെ. തമ്പുരാക്കന്മാരുടെയോ? അതേന്ന്, ആലഞ്ചേരി തമ്പുരാക്കന്മാരെ. അവരത്തല്ലേ വീട്. ഓ, അത് ശരി. ആ, ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവരോടും കൂടി ഒന്ന് ചോദിക്കണം. ചോദിക്കാതെ ഒന്നും ചെയ്യരുത്. ചോദിച്ചാൽ എന്തും ചെയ്തു തരുന്നവരാണ് തമ്പുരാക്കന്മാര്. എന്തും എന്തും അള്ളാനെ. എടോ കാക്കായി, എന്നാ പതിവ് പോലൊക്കെ തന്നെ അങ്ങോട്ട് നടക്കട്ടെ. എന്തായാലും നിങ്ങൾ തമ്പ്രാക്കന്മാരൊന്ന് നേരിട്ട് കാണുന്നത് നല്ലതാ. അതാണ് എന്റെ ശരി. നോക്കിയേ, ഒരു പെൺകുട്ടിയില്ലേ വരുന്നത്? നിർത്തുക നിർത്തുക നിർത്തുക. അകത്ത് പോ. അപ്പൊ സാധകം അത് ഞാൻ പിന്നെ വിളിക്കാം. അപ്പൊ വന്നാ മതി. പോ. നമസ്കാരം. നമസ്കാരം നമസ്കാരം. ആരാ മനസ്സിലായില്ല? ഞങ്ങള് വടക്കേ പറമ്പിലെ പുതിയ എനിക്ക് ആദ്യം പിടിയിട്ടില്ല. ഇരിക്കുക. ഞാൻ പറഞ്ഞിരുന്നില്ലേ, വടക്കേ പറമ്പിലെ താമസക്കാരാ. ഇരിക്കുക. എന്താ പേര്? മുകുന്ദൻ മേനോൻ, ക്യാപ്റ്റൻ മുകുന്ദൻ മേനോൻ. മോളുടെ പേരെന്താ? മീര. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, ഒരുപാട് സമയമുണ്ടല്ലോ, വാങ്ങിച്ചു കുടിച്ചോളാം. പട്ടാളത്തിലായിരുന്നുല്ലേ? അതെ, റിട്ടയർഡ് ആയിട്ട് കുറെ കൊല്ലങ്ങളായി. അപ്പൊ എവിടെയാ സ്വന്തം സ്ഥലം? പാലക്കാട്. ബന്ധുക്കളെന്ന് പറയാൻ ഇപ്പൊ അവിടെ ആരുമില്ല. അതാ ഇങ്ങനൊരു ഗ്രാമത്തിലോട്ട് കടന്നു കൂടിയത്. ഇഷ്ടപ്പെട്ട കുറച്ച് ഭൂമി വാങ്ങി ഇഷ്ടകാലം ഇവിടെ തന്നെ കൂടണമെന്ന ആഗ്രഹം. അതേതായാലും നന്നായി. ഇത്രയും സ്വസ്ഥതയും സമാധാനമുള്ള സ്ഥലം കേൾക്കാൻ പോലും കിട്ടില്ല. അപ്പൊ ഇത് എന്റെ മോളുടെ മോളാ. മോള് മരിച്ചിട്ട് 3 വർഷമായി. പിന്നെ എനിക്കൊരു സഹായത്തിന് ആള് വേണമല്ലോ. അങ്ങനെ കൊച്ചുമോളുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുക. എന്ത് സഹായം വേണമെങ്കിലും ഇവിടെ പറഞ്ഞാ മതി. അത് വീടൊക്കെ വൃത്തിയുടെ കിടക്കുന്നു. ഒന്ന് പെയിന്റ് അടിച്ച് കൊള്ളായിരുന്നു. അതിനാളെ ഏർപ്പാടാക്കാം. അല്ല, ചന്തപ്പൻ കുരുക്കളെ കണ്ടിരുന്നോ? ഇല്ല. ഇവിടെ വന്ന് എന്നെ കണ്ട സ്ഥിതിക്ക് അവിടെയും കൂടെ ഒന്ന് പോണം. അതാ അതിന്റെ ഒരു രീതി. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ, അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാന്ന്. അത് ചെയ്തു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് അറിഞ്ഞൂടാത്ത കാര്യം. നീ എന്തിനാ 2 കാലം പൊക്കി ചാടിയത്? രണ്ടാലും പൊക്കി ചാടി നടും തല്ലി വീഴുന്നു ഞാൻ ഓർത്തോ. അനുഭവിച്ചോ എണ്ണൊഴിച്ചോട്ടെ. എണ്ണൊഴിക്കാൻ ഞാൻ എന്താ വിളക്കാണോ? എല്ല് കുത്തുന്നു. എല്ല് മാത്രമേ ഉള്ളൂ, ഇറച്ചി വരുന്നേ ഉള്ളൂ. അയ്യോ, മസിലടക്കില്ലേ? അതിനെടുക്കണ്ട്. അയ്യോ, 1 മിനിറ്റ്. ചേട്ടനെ കാല് നോറ്റി ഞാൻ ചവിട്ടി തരുമട്ടെ. ഇവൻ ചവിട്ടി തരുമ്പണ്ട, ഇവന്റെ കാല് മാണിയുടെ അസുഖമുള്ളതാണ്. ഒരു മന്ദബുദ്ധിയെ ചവിട്ടി തിരുമ്പ കാലിൽ ആണി മാറുന്ന എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ സ്വയം ചവിട്ടി തരുമ്പടാ. 1 മിനിറ്റ് ആ മർമ്മൊന്ന് കണ്ടുപിടിച്ചോട്ടെ. അയ്യോ, ഇവനെന്തൂറ്റി ഉണ്ണി, എന്റെ ചവിട്ട് മർമ്മത്ത് കൊണ്ടുവന്നു. ഉണ്ണി, അയ്യോ ചേട്ടൻ പിന്നെ കാറ്റുപോയി. ഉണ്ണി എന്താടാ, എന്ത് പറ്റി? എന്ത് പറ്റിയത്? അത് പിന്നെ അച്ഛൻ പഠിപ്പിച്ചെന്ന ചവിട്ടി തിരുമ്പ് ഒന്ന് പ്രയോഗിച്ചു നോക്കിയതാ. ഇവനെന്തോ പറ്റിയെന്നാ തോന്നണേ. നിനക്കൊന്നും പറ്റിയതല്ലടാ ഈ പണി. അത് ഞങ്ങൾ അച്ഛനോട് എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്. എടാ നായുടെ വാല് 100 കാലം കുഴലിട്ടാലും നേരെയാവൂല. കുറെ കളറി അഭ്യാസികള്. ഇനി മേലാലി പണി ചെയ്താലുണ്ടല്ലോ, ചവിട്ടി തിരുമലല്ല, ചവിട്ടി നടുപൊടിക്കും ഞാൻ. ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ? അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ പറയുന്നിടം വരെ ഒരുതരം കളറിൽ നിന്ന് പുറത്തിറങ്ങി പോരുത്.
കാര്യങ്ങളൊക്കെ ഉണ്ടാവോ? ആരാ? എന്താ? ഞങ്ങൾ ഇവിടുത്തെ വാടക വീട്ടിൽ താമസിക്കുന്നവരാ. ആ, കുഞ്ചാലി പറഞ്ഞിരുന്നു. ആ, ആ വീട് വാടകയ്ക്ക് തരുന്നത് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടല്ല. പിന്നെ ചാത്തുക്കുട്ടി പറഞ്ഞ എനിക്ക് എതിരഭിപ്രായമില്ല. അറിയാം. വളരെ സന്തോഷം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കളരിയുള്ളതാ മുത്തശ്ശന്റെ ഏറ്റവും വലിയ സന്തോഷം. ആ, ഞാൻ പണ്ട് പട്ടാളത്തിലായിരിക്കുമ്പം ആ. മലബാറുകാരൻ ഓഫീസർ ഞങ്ങളെ ഈ ഫൈറ്റൊക്കെ പഠിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. എന്താ എന്നെ ഫയറ്റ് അടിക്കണമെന്നുണ്ടോ? മുത്തശ്ശന് ഇനി അതിന്റെ കൂടെ ഉള്ളൊരു കുറവ്. ആ വീടൊന്ന് ആ, വൃത്തിയാക്കിയിരുന്നെങ്കിൽ. വെള്ളം പൂശുന്ന കാര്യമല്ലേ കുഞ്ഞാലി പറഞ്ഞിരുന്നു. ഞാൻ ആളിനെ വയ്ക്കാം. ആ, ആ. സന്തോഷം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ആ. ശരി. മുത്തച്ഛനെ പിടിച്ചു.